ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിങ്ങിന്റെ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഹാർവെസ്റ്റിംഗ് എന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ അല്ലെങ്കിൽ കളക്ട് ചെയ്യുക മെച്ചുവർ ആയിട്ടുള്ള ക്രോപ്സ് അതിന്റെ ഫുള്ളി ഡെവലപ്മെന്റും കൺസെപ്ഷനും റെഡി ആകുമ്പോൾ അതിനെ ഗ്യാദറോ കളക്റ്റോ ചെയ്യുന്നതിനെയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ടോപ്പിക്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി കൺസെപ്ഷൻ ചെയ്യാൻ പറ്റുന്ന ടൈമിൽ നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നതിനെയാണ്. ഈ ഹാർവെസ്റ്റ് ചെയ്ത ക്രോപ്സ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്ത് റോ മെറ്റീരിയൽസ് ആണെങ്കിലും ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സസ് ഉണ്ട്. കൺസ്യൂമറിൽ എത്തുന്ന വരെയുള്ള ആ പ്രോസസ്സസിനെയാണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ത്രൂ വിച്ച് ദ കോമഡിറ്റി പാസസ് ഫ്രം ടൈം ഓഫ് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം തൊട്ട് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ടൈം തൊട്ട് കൺസ്യൂമറിൽ എത്തുന്ന വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. എന്തെല്ലാം പ്രോസസ്സസ് ആണ് നമുക്ക് ഈ പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗിൽ ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രീ കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹാർവെസ്റ്റിന് ശേഷം ഈ ഒരു എന്ത് തന്നെയാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും ക്രോപ്സ് ആണെങ്കിലും ഒരു 1 അവർ ഒക്കെ കഴിയുമ്പോൾ 32°C ആ ഒരു ക്ലൈമറ്റിൽ ഇത് അതിന്റെ ന്യൂട്രീഷ്യൻസ് വാല്യൂസ് എല്ലാം കുറഞ്ഞു പോകാൻ തുടങ്ങും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ അതിനെ പ്രീകൂൾ ചെയ്യേണ്ടത് ആ ഒരു ഫീൽഡ് ഹീറ്റ് പോകാനും അതുപോലെ ഇത് ട്രാൻസിസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലംസ് എല്ലാം മാറാനുമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. പ്രീകൂളിംഗ് തന്നെ പല രീതിയിലുണ്ട്. കോൾഡ് എയർ വെച്ചിട്ടുള്ളത് ഇതുണ്ട്. കോൾഡ് എയർ വെച്ചിട്ടുള്ളതിനെ റൂം കൂളിംഗ് എന്നും ഫോഴ്സ്ഡ് എയർ കൂളിംഗ് എന്നും പറയും. പിന്നെ കോൾഡ് വാട്ടർ വെച്ചിട്ടുണ്ട്. കോൾഡ് വാട്ടർ വെച്ചിട്ടുള്ളതിനെ ഹൈഡ്രോ കൂളിംഗ് എന്ന് പറയുന്നു. പിന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഐസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതുണ്ട്. അതിന് കോണ്ടാക്ട് ഐസിംഗ് എന്ന് പറയുന്നു. പിന്നെ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ പ്രൊഡ്യൂസ് ആ ഒരു ഫ്രൂട്ട്സ് ആണെങ്കിലും ഗ്രെയിൻസ് ഓഫ് വീറ്റ് എന്താണെങ്കിലും അതിൽ നിന്നുള്ള ആ വാട്ടറിനെ ഇവാപറേറ്റ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിന് ഇവാപറേഷൻ കൂളിംഗ് അല്ലെങ്കിൽ വോക്കിംഗ് കൂളിംഗ് എന്ന് പറയുന്നു. പിന്നെ എന്താണ് കോമ്പിനേഷൻ ഓഫ് വോക്കിംഗ് ആൻഡ് ഹൈഡ്രോ കൂളിംഗിന്റെ കോമ്പിനേഷനെ ഹൈഡ്രോ കൂളിംഗ് എന്നും പറയുന്നു. ഓക്കെ, അടുത്തത് എന്താ ഈ ഹൈഡ്രോ കൂളിംഗിന്റെ സമയത്ത് ചെയ്യുന്ന സമയത്ത് വാട്ടറിന്റെ ഒപ്പം കുറച്ച് കെമിക്കൽസ് മിക്സ് ചെയ്യാറുണ്ട്. ഇത് മിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ക്രോപ്പിന്റെ ഷെൽ ലൈഫ് ഇൻക്രീസ് ചെയ്യാനും പോസ്റ്റ് ഹാർവെസ്റ്റ് ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാതെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കെമിക്കൽസ് അതും ഹൈഡ്രോ കൂളിംഗിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വാഷിംഗ്, ക്ലീനിങ് ആൻഡ് ട്രിമ്മിങ്. അപ്പം ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതിന്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ അത് കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ട്രിം ചെയ്യാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിന്റെ ഓയിൽസും അതുപോലെ തന്നെ ഡെബ്രിസസ്, ഇൻസെക്ട്സ്, സ്പ്രേ റെസിഡ്യൂസ് എല്ലാം പോകാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നു. ക്ലോറിൻ ആണ് ഡിസ്ഇൻഫെക്റ്റഡ് ആയിട്ട് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ചില ഫംഗിസൈഡ്സ് പോലുള്ള ഡൈഫീനൈൽ അലാമിനും എത്തിയോക്സിക്വിനും ഉപയോഗിക്കാറുണ്ട് പോസ്റ്റ് ഹാർവെസ്റ്റ് ഡിപ്പായിട്ട്. ഈ ആപ്പിൾസിന്റെ അതിന് എക്സാമ്പിൾ ആണ് ആപ്പിളിന്റെ ഒക്കെ സ്കിൻ ഒരു ബ്ലാക്കനിങ് ആവുന്നത്. അതിനാണ് ആപ്പിൾ സൂപ്പർഫിഷ്യൽ സ്കാൽഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കേസിൽ അങ്ങനെ ആ ഒരു ബ്ലാക്കനിങ് ആപ്പിൾസിന്റെ ഒക്കെ സ്കിൻ നമുക്ക് കാണാം. ചില ആപ്പിളിൽ ബ്ലാക്ക് കളേഴ്സ് സ്കിന്നിൽ കാണാറുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ ആണ് ഫംഗിസൈഡ്സ് പോലുള്ള ഡൈഫീനൈൽ അലാമിൻസും എത്തിയോക്സിക്വിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീ കൂളിംഗ് പറഞ്ഞു, വാഷിംഗ്, ക്ലീനിങ് ആൻഡ് ട്രിമ്മിങ്ങും പറഞ്ഞു. പിന്നെ എന്താ പറയാ ചില വെജിറ്റബിൾസിന് ഈ മെലൺസ്, ബ്രിഞ്ചാൾസ്, ടൊമാറ്റോസ് പോലുള്ളതിന് ഡാം ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്യാണ് ചെയ്യാറ് ക്ലീനിങ് പ്രോസസ്സ്. ചില വേറെ ഈ ടപ്പിയൊക്കെ പോലുള്ളതിന് ട്രിമ്മിങ്ങും കട്ടിങ്ങും അൺനെസസറി ആയിട്ടുള്ള പാർട്സ് ലീവ്സ് ഒക്കെ കട്ട് ചെയ്തും കളയുന്നു. പിന്നെ സോർട്ടിങ്, നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ സോർട്ടിങ്, ഗ്രേഡിങ് ആൻഡ് സൈസിങ്. അപ്പം സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, സൈസ് അനുസരിച്ച് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അതുപോലെ ഡാമേജസ് അനുസരിച്ച് അതെല്ലാം നോക്കി കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിനെയാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. ഡാമേജും ഡിസീസസ് ഒക്കെ ഉള്ളതിനെ മാറ്റി മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുക. ഈ റിമൈൻഡർ ഓഫ് പ്രൊഡക്ട്സ് സെപ്പറേറ്റ് ചെയ്ത ആ പ്രൊഡക്ട്സിൽ ഗ്രേഡ് ആയിട്ട് വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
ഓൾറെഡി സോർട്ട് ചെയ്തു ഡാമേജസ് ഇല്ലാത്തത്. അതിൽ തന്നെ വീണ്ടും 2 ഗ്രേഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. കുറച്ചുകൂടെ കളർ ഷേപ്പ് അതനുസരിച്ചും പിന്നെ ഡിഫക്റ്റ് ഉള്ളതനുസരിച്ച് A, B അങ്ങനെ ഗ്രേഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ സൈസിങ് നോക്കുന്നത് ബൈ ഹാൻഡ് നോക്കാറുണ്ട്, മെഷീനും ഉണ്ട്. മെഷീനിലാണെങ്കിൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെയിറ്റും ഡയമീറ്ററും ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യൂറിംഗ്, അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യൂറിംഗ് ആണ്. ക്യൂറിംഗ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ലോസ്, ഇപ്പം ഹാർഡ് വെജിറ്റബിൾസ് പോലുള്ള ഓണിയൻ, ഗാർലിക്, സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ ഫ്രൂട്ട് വെജിറ്റബിൾസിന്റെ ഒക്കെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് ക്യൂറിംഗ്. ഈ ക്യൂറിംഗ് മെത്തേഡ് റൂട്ട് ക്രോപ്സിലും ബൾബസ് ക്രോപ്സിലും ഡിഫറെന്റ് ആണ്. ഈ ക്യൂറിംഗ് ചെയ്യുന്ന ട്യൂബർ ക്രോപ്സിന്റെ പെരിഡം, ക്യൂറിംഗ് ചെയ്തതിന് ശേഷം ഇതിലുണ്ടാകുന്ന കട്ടെല്ലാം പെരിഡം എന്ത് ചെയ്യുന്നു, റീസ്റ്റോർ ചെയ്ത് എടുക്കുന്നു. പെരിഡംസ്, ഓവർകട്ട്, ബ്രോക്കൺ ഓർ സ്കിന്നഡ് സർഫസ് വൂണ്ട് റീസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇപ്പം ടപ്പിയോക്ക പോലുള്ളതിലുണ്ടാകുന്ന ടപ്പിയോക്കയാണ്, സ്വീറ്റ് പൊട്ടോട്ടോസിലൊക്കെ ആണെങ്കിലും കട്ടിങ്സ് ചെയ്യുമ്പം ഉണ്ടായ ആ ഒരു സ്കിന്ന് പോകും. അവിടെ എന്തെങ്കിലും കട്ടോ ബ്രേക്കോ ഉണ്ടായാൽ അത് റീസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഹാർവസ്റ്റ് ഇഞ്ചുറീസും അതുപോലെ വാട്ടർ ലോസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഇൻഫെക്ഷൻ ഡിക്കീസ്, പത്തജൻ കൊണ്ടുള്ള അറ്റാക്കിൽ നിന്നൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്യൂറിംഗ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്സിംഗ് ആണ്. വാക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് വാക്സിൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, മെയിൻലി ആപ്പിളൊക്കെ വാക്സ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫ്രൂട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രൂട്ടില് മാർക്കറ്റില് ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. അപ്പം ക്വാളിറ്റി ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നാനായിട്ടാണ് ഈ വാക്സിൻ മെയിൻലി ചെയ്യുന്നത്. വാക്സസ് എന്ന് പറഞ്ഞാൽ എസ്റ്റേഴ്സ് ഓഫ് ഹൈ ഫാറ്റി ആസിഡ് വിത്ത് മോണോഹൈഡ്രിക് ആൽക്കഹോൾസും അതുപോലെ തന്നെ ഹൈഡ്രോ കാർബണും ഉണ്ട്. പിന്നെ അതിന്റെ എന്താണ്, കുറച്ച് ഫ്രീ ഫാറ്റി ആസിഡ്സും ഉണ്ട്. ഇതാണ് വാക്സസ്. പക്ഷെ ആക്ച്വലി നമ്മൾ ഈ ഫ്രൂട്ടിൽ അപ്ലൈഡ് ചെയ്യുന്നത് കോമൺ വാക്സസ് അല്ല, അതിന്റെ ഒരു കമ്പോണന്റും അല്ല. ആക്ച്വലി ഇത് അപ്ലൈ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ റെസ്പിറേഷനും ട്രാൻസ്പിറേഷൻ റേറ്റും കുറയ്ക്കുന്നതിനായിട്ടാണ് ഈ വാക്സസ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ചില ഫംഗിസൈഡ്സും അതുപോലെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പെർസർവേറ്റീവ്സ് അതെല്ലാം ഇതിന്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മൈക്രോബിയൽ സ്പോയിലേജും സ്പൗട്ട് ഇൻഹിബിഷനും ഒക്കെ വേണ്ടിയായിട്ട്. ആക്ച്വലി നോർമൽ വാക്സ് അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. വാക്സസ് എന്താണ് നമ്മൾ പറഞ്ഞു, esters of higher fatty acid, monohybrid alcohol and hydrocarbon and some free fatty acids ആണ് വാക്സസ് എന്ന് പറഞ്ഞു. ആക്ച്വലി ഇതല്ല, ഈ ആക്ച്വൽ വാക്സോ അതിന്റെ കമ്പോണന്റോ അല്ല നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ വാക്സിൻ ഉദ്ദേശിക്കുമ്പോഴേ മെഴുക് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഇതല്ല, ഇതിൽ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ കമ്പോണന്റ്സും അല്ല. പക്ഷെ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ്. അതുപോലെ ഫംഗിസൈഡ്സ്, ഈ വാക്സിന്റെ കൂടെ ഫംഗിസൈഡ്സും ഗ്രോത്ത് റെഗുലേറ്റേഴ്സും പ്രിസർവേറ്റീവ്സ് അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട് ഈ മൈക്രോബിയൽ സ്പോയിലേജ്, സ്പൗട്ട് ഇൻഹിബിഷൻസ് എല്ലാം തടയാനായിട്ട്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഫസ്റ്റ് വാക്സ് ഇല്ലാത്ത ആപ്പിളും വാക്സ് ഉള്ള ആപ്പിളും തമ്മിൽ ഉള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. എപ്പോഴും നമുക്കൊരു മാർക്കറ്റ് ചെല്ലുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് എന്തെടുക്കുവാണെങ്കിലും അതിന്റെ അപ്പിയറൻസിന് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ അപ്പിയറൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇത് രണ്ടിൽ കണ്ടാലും നമ്മൾ എപ്പോഴും വാക്സ് കോട്ടിങ് ചെയ്യുമ്പോൾ ആ ഒരു ഡാമേജ് കുറഞ്ഞിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്ന് നോക്കാം. ഫ്രൂട്ടിന്റെ ഫസ്റ്റ് അപ്പിയറൻസ് ഇംപ്രൂവ് ആവുന്നു, അതുപോലെ മോയ്സ്ചർ ലോസസ് റെഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ ഷ്രിബിലിംഗ്, ഒരു സ്റ്റോറേജിന്റെ സമയത്തുള്ള ഷ്രിബിലിംഗ് റെഡ്യൂസ് ചെയ്യുന്നു, ചില്ലിംഗ് ഇഞ്ചുറീസും ബ്രൗണിങ്ങും കൊണ്ടുള്ള സ്പോയിലേജസ് കുറയുന്നു. പിന്നെന്താണ്, റെസ്പിറേഷൻ റേറ്റ് എങ്ങനെയാണ് ഇത് കുറയ്ക്കുന്നത്? O2 വാക്സ് ചെയ്യുമ്പോൾ O2 അവൈലബിലിറ്റി കുറയുന്നു, അങ്ങനെ റെസ്പിറേഷൻ റേറ്റും കുറയുന്നു. സോ അതിനെ പിന്നെന്താ, മൈക്രോബയോളജിക്കൽ ഇൻഫെക്ഷൻസിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് ഒന്നും പോസിബിൾ അല്ലാത്ത
ഒരു സിറ്റുവേഷൻസിൽ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതുപോലെ ഈ വാക്സിനെ നമ്മൾ സ്പൗട്ട് ഇൻഹിബിറ്റർ ആയിട്ടും സ്പൗട്ട് ഇൻഹിബിറ്ററിന്റെ കാരിയർ ആയിട്ട് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെയും അതുപോലെ പ്രിസർവേറ്റീവ്സിന്റെ കാരിയർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. പക്ഷേ ഈ വാക്സിൻ എന്ന് പറയുന്ന ഹെൽത്തിന് അത്ര നല്ലതല്ല. സോ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. വാക്സിൻ ആയിട്ടുള്ള ആപ്പിൾസിന്റെ ഡിസഡ്വാൻറ്റേജ്, ആപ്പിൾസ് എന്നല്ല വാക്സ് ചെയ്ത ഏതൊരു ഫ്രൂട്ടിനും ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഫ്ലേവർ ആയി പോകും. അതിന്റെ വാക്സ് കോട്ടിങ് കൂടിപ്പോയി. ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റ് കൂടുതൽ കോട്ടിങ് ഉണ്ടായാൽ അതിന്റെ ഒരു ഫ്ലേവർ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വാക്സിഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് എടുത്താൽ അതിന്റെ ടേസ്റ്റിൽ നമുക്ക് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ എടുത്തു, അതിന്റെ ടേസ്റ്റ് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് തന്നെ ഇരിക്കും. നോർമലി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ബിക്കോസ് ഇതിന്റെ ഫ്ലേവർ ആയിപ്പോയി വാക്സ് കോട്ടിങ് കൂടിയതുകൊണ്ട്. കാരണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്വേഴ്സ് ഫ്ലേവർ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഈ ഓട്ടോ ഇൻഹിബിഷൻ നടക്കുകയും CO2 എക്സ്ചേഞ്ച് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അനേറോബിക് റെസ്പിറേഷൻ നടന്ന് എലവേറ്റഡ് ആയിട്ടുള്ള എത്തനോളും അസറ്റാൽഡിഹൈഡ് കണ്ടന്റും അതിന്റെ അസറ്റാൽഡിഹൈഡ് കണ്ടന്റ് കൂടുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. സോ എപ്പോഴും വാക്സ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ സ്കിന്ന് പീൽ ഓഫ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും ഹെൽത്തിന് നന്നായിരിക്കുന്നത്. ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ ഡിസഡ്വാൻറ്റേജസിൽ ഇത് ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. വാക്സ് എപ്പോഴും ആപ്പിൾ കഴിക്കുമ്പോൾ തന്നെ പറയാം വാക്സ് ഉള്ളതുകൊണ്ട് അത് പീൽ ചെയ്തിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് കഴിക്കണം എന്ന് പറയുന്നത് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് കൊണ്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ പാക്കിങ്ങും ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗും ഇമ്പോർട്ടന്റ് ആണ്. എത്ര നന്നായിട്ട് പാക്ക് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും അതിന്റെ ലൈഫ്, ആ ഒരു നമ്മുടെ പ്രോഡക്റ്റിന്റെ ലൈഫ് അതനുസരിച്ചിരിക്കും. സോ പ്രോപ്പർ ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള പാക്കിങ് വെരി ഇമ്പോർട്ടന്റ്. മെക്കാനിക്കൽ ഡാമേജ്, അതുപോലെ മോയ്സ്ചർ ലോസ്, അതുപോലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലാതെ നമ്മൾ എന്താ പറയാ ഒരിടത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലും ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ പാക്കിങ് ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഇത് നമുക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല, പക്ഷെ ജേർണിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇഞ്ചുറീസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വേരിയസ് ടൈപ്പ് ഓഫ് പാക്കിങ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു പാക്കിംഗ് ഇഞ്ചുറി മീൻസ് ട്രാവൽ ഇഞ്ചുറീസ് ഉണ്ടാകാതിരിക്കാൻ വുഡൻ ബോക്സസ്, അതുപോലെ ബാസ്കറ്റ്, ഗ്ലൂവൻസ്, ബാംബു വെച്ചിട്ടുള്ള സാക്സ്, ജൂട്ട് ബാഗ്സ്, അതുപോലെ ഫൈബർ ബോർഡ് ബോക്സസ്, അങ്ങനെ ഒരുപാട് ന്യൂ ടെക്നിക്സ് പാക്കിങ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ പാക്കിങ്ങും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ബിക്കോസ് പാക്കിംഗ് നന്നായാലേ ഡാമേജ് ഇല്ലാതെ ആ ഒരു പ്രൊഡക്റ്റിനെ കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ സ്റ്റോറേജിന്റെ കേസിലും സെയിം. സ്റ്റോറേജ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ഫാമറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫാർമറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരുപാട് പ്രോസസ്സാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റോറേജ്, ഫ്രൂട്ട്സ് ഒക്കെ ഒത്തിരി ദിവസം ആ ഒരു മാർക്കറ്റിൽ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോഴും ഒരുപാട് ഡാമേജസ് ഉണ്ടാകും അതെല്ലാം. സോ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഇമ്പോർട്ടന്റ് ആണ്. അതിന് തന്നെ ഓരോ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സിനാണെങ്കിലും അതിന്റെ അനുസരിച്ച് ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. For example, ground storage, ambient storage, refrigerated storage, air-cooled storage, zero energy storage, modified atmospheric storage, hydrobaric storage, controlled atmospheric storage, അങ്ങനെ ഡിഫറെന്റ് ഏതൊരു ആ ഒരു വെജിറ്റബിളിന്റെ ആണെങ്കിലും ഫ്രൂട്ടിന്റെ ആണെങ്കിലും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഏത് സ്റ്റോറേജ് ആണോ കംഫർട്ടബിൾ അതനുസരിച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്രയും കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്കാണ് ഫിസിയോളജി ഓഫ് മെച്യൂരിറ്റി. ഫിസിയോളജി ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ഡെവലപ്മെന്റ് സ്റ്റേജ്. അപ്പം ഫിസിയോളജി ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ ടിഷ്യൂസിന്റെ ഒരു ഫുള്ളി ഡെവലപ്മെന്റ് സ്റ്റേജിനെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇറ്റ് റൈപ്പ് നോർമലി റൈപ്പൺ ആയതിനു ശേഷമുള്ള അതിന്റെ ഫുള്ളി ഡെവലപ്ഡ് ടിഷ്യൂവിന്റെ ഫുള്ളി ഡെവലപ്മെന്റ് സ്റ്റേജിനെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്.
നാച്ചുറലി എന്ന് പറഞ്ഞാൽ ട്രീയിൽ നിന്ന് തന്നെ അത് ആക്ച്വലി നമ്മൾ പറിച്ചു വെച്ചിട്ടൊക്കെ ഫ്രൂട്ട്സ് സംടൈംസ് റൈപ്പൻ ചെയ്യിക്കാറുണ്ട്. അങ്ങനെയല്ലാതെ നോർമലി അത് ആ ഒരു ഫ്രൂട്ട് അതിൻ്റെതായ പ്രോസസ്സിൽ ഇറ്റ്സ് ഓൺ പ്രോസസ്സിൽ റൈപ്പനിങ് ആയിട്ടുള്ള ഒരു ഫുള്ളി ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് ടിഷ്യൂ അതിനെയാണ് മെച്ചൂരിറ്റി, ഫിസിയോളജി ഓഫ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സിന് ഇപ്പം പ്രോസസ് ഓഫ് മെച്ചുറേഷന്റെ ടൈമിൽ ഫ്രൂട്ട്സിന് വേണ്ട എല്ലാ ഫുഡ് സപ്ലൈസും അതുപോലെ തന്നെ ഫുഡ് മെറ്റീരിയൽസ് എല്ലാം പ്ലാന്റിൽ നിന്ന് കിട്ടുന്നു. പക്ഷെ അത് മെച്ചുവേർഡ് ആയ ശേഷം അബ്സഷൻ അല്ലെങ്കിൽ കോർക്കി ലെയർ ഈ ഒരു ഫുഡ് സപ്ലൈ സ്റ്റോപ്പ് ചെയ്യാണ്. അതിനുശേഷം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ ഒരു വെജിറ്റബിൾസ് ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ്സ് ഓൺ റിസർവിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഷുഗർ അക്യുമുലേറ്റ് ചെയ്ത് എന്താണ് ആ ഷുഗർ ആസിഡ് റേഷ്യോ ഫോം ചെയ്യുന്നവരെ ഷുഗേഴ്സ് അക്യുമുലേറ്റഡ് ആയിട്ട് വരുന്നു. അങ്ങനെ അത് ഫുള്ളി മെച്ചുർ ആവുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവറും സ്വീറ്റ്നെസ്സും എല്ലാം വരുന്നത്. സോ ആഫ്റ്റർ മെച്ചൂരിറ്റി ഫ്രൂട്ട്സ് എന്താണ്, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അതിന്റെ തന്നെ റിസർവ് ആണ് ഫുഡ് സപ്ലിമെന്റ് ഫുഡിന് യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി ഫ്ലേവർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് കളേഴ്സ് ഓൾസോ ഡെവലപ്പ് ആവുന്നു. അപ്പൊ മെച്ചുവേർഡ് ആവുമ്പോൾ ഫ്ലേവർ, കളർ, അതുപോലെ സ്വീറ്റ്നെസ് എല്ലാം അതിന്റെ മെച്യൂരിറ്റി ആകുന്നതിനനുസരിച്ചാണ് ആ ഒരു ഫുൾ ആയിട്ട് അതിൽ ഫ്ലേവേഴ്സും കളേഴ്സും സ്വീറ്റ്നെസ്സും അതുപോലെ സോഫ്റ്റ്നെസ് എല്ലാം ഉണ്ടാകുന്നത്. സോ എന്താ സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി അറ്റ് ദ ടൈം ഓഫ് പിക്കിംഗ് ഇൻഫ്ലുവൻസ് സ്റ്റോറേജ് ലൈഫ്. ഏത് സ്റ്റേജിലാണ് നമ്മൾ അതിനെ പിക്ക് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ക്വാളിറ്റിയും സ്റ്റോറേജ് ലൈഫും. ആ ഒരു ഫ്രൂട്ടിന്റെ ആണെങ്കിലും വെജിറ്റബിൾസിന്റെ ആണെങ്കിലും ഗ്രെയിൻസിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും ഏത് സ്റ്റേജ് മെച്യൂരിറ്റിയിലാണ് നമ്മൾ അതിനെ പിക്ക് ചെയ്യുന്നത് അതിനെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് അതിന്റെ ഒരു സ്റ്റോറേജ് ലൈഫും ക്വാളിറ്റി ഇരിക്കുന്നത്. ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ പിക്ക് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി നാൾ അതിന് സ്റ്റോറേജ് ലൈഫ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഒട്ടും മെച്യൂരിറ്റി എത്താത്തതാണെങ്കിലും അതിന്റെ ക്വാളിറ്റി അത്ര നന്നായിരിക്കില്ല. ഓവർ മെച്ചുവർ അല്ലെങ്കിൽ ഫുൾ റൈപ്പ് ആയി കഴിഞ്ഞാൽ മൈക്രോബിയൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സ്പോയിലേജ് ഉണ്ടാകുന്നു. അങ്ങനെ അതിന്റെ സ്റ്റോറേജ് ലൈഫ് കുറയുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ഓവർ മെച്ചുവർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും റൈപ്പൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെ വെജിറ്റബിൾസ് ആണെങ്കിലും ഹാൻഡിലിങ്ങിനും സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ കറക്റ്റ് സ്റ്റേജിൽ കറക്റ്റ് പ്രോപ്പർ റൈപ്പനിങ് സ്റ്റേജിൽ ഇതിനെ പിക്കപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നെസസറി ആയിട്ടൊരു എസെൻഷ്യൽ തിങ് ആണ്. സോ പല ടൈപ്പിലുള്ള മെച്യൂരിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആ ഒരു മെച്യൂരിറ്റി ലെവലിൽ അതിനെ പിക്കപ്പ് ചെയ്തില്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് ലൈഫും ക്വാളിറ്റിയും ഇല്ലാതാവും. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ് മെച്യൂരിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി ഉണ്ട്, ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി ഉണ്ട്, കൊമേഴ്ഷ്യൽ മെച്യൂരിറ്റി ഉണ്ട്, ഹാർവെസ്റ്റ് മെച്യൂരിറ്റി ഉണ്ട്. അതിൽ ഹോർട്ടിക്കൾച്ചറൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ട്രീസിൽ നിന്ന് തന്നെ എന്താണ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഹാർവെസ്റ്റിന് ശേഷം. ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് ഫ്രൂട്ട് ഓൺ ട്രീസിൽ നിന്ന് തന്നെയാണ് ആ ഫ്രൂട്ടിന്റെ ഫുൾ ഡെവലപ്മെന്റ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് എപ്പോഴും സാറ്റിസ്ഫാക്ടറി പ്രൊഡക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആ ഒരു നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലായിരിക്കും. അടുത്തത് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി. ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അതിന്റെ മാക്സിമം ഗ്രോത്തിലും മെച്ചുറേഷനും എത്തുന്നു. അത് ഫുള്ളി റൈപ്പൺ ആകുന്നു. അതിനെ ആ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെമിസെൻസ് ആകുന്നു. ആ ഒരു സ്റ്റേജിലുള്ള ഇതിനെ ഡെവലപ്മെന്റ് സ്റ്റേജിനെയാണ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാക്സിമം ഗ്രോത്തിലും മെച്യൂരിറ്റിയിലും എത്തി ഫുള്ളി റൈപ്പണും ആയിരിക്കുവാണ്. ഇനി കൂടുതൽ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെമിസെൻസസ് ആണ്. ഇത് കഴിഞ്ഞ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ആണ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി. അടുത്തത് കൊമേഴ്ഷ്യൽ മെച്യൂരിറ്റി. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ സെയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മെച്യൂരിറ്റി. അതെന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കലും മെച്യൂരിറ്റി ആയിട്ട് ഒരു ലിറ്റിൽ റിലേഷൻ ഉണ്ട്. ആൻഡ് എനി സ്റ്റേജ് ഡ്യൂറിങ് ഡെവലപ്മെന്റ്, ഏതൊരു സ്റ്റേജിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നതിന്റെ ഏത് സ്റ്റേജ് വേണമെങ്കിലും അതിനെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ മെച്യൂരിറ്റി. ഫുള്ളി റൈപ്പണിങ്ങോ ഫുള്ളി മെച്ചുറേഷൻ ആവുന്നില്ല, പക്ഷെ മെച്ചുവർ ആകുന്നതിന്റെ ആ ഒരു
ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ അത് ഇപ്പൊ മാർക്കറ്റിലേക്ക് ഈ ഒരു സ്റ്റേജ് ആണ്, ഈ ഒരു കറക്റ്റ് സ്റ്റേജ് ആണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ആ ഒരു നമുക്ക് ആ ഒരു ഫ്രൂട്ട് കണ്ടാലും പിടിച്ചാലും മനസ്സിലാവും. അതിനാണ് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ചെയ്യുന്നതിനാണ് കൊമേഴ്ഷ്യൽ. സിംപ്ലി പറഞ്ഞാൽ അങ്ങനെ മാർക്കറ്റ് മാർക്കറ്റിൽ റിക്വയർഡ് ആയിട്ടുള്ള രീതികളാണ് കൊമേഴ്ഷ്യൽ മെച്ചൂരിറ്റി. ഹാർവെസ്റ്റ് മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ മെച്ചൂരിറ്റി ആയിട്ടും ഹോർട്ടിക്കൾച്ചറൽ മെച്ചൂരിറ്റി ആയിട്ടും ടൈം ചെയ്യാം. ഫ്രൂട്ട് അല്ലെ വെജിറ്റബിൾസിന് അതിന്റെ പീക്ക് കണ്ടീഷൻ കൺസ്യൂമറിനും അതുപോലെ തന്നെ കൺസ്യൂമറിന് എത്തുമ്പോൾ കറക്റ്റ് ഫ്ലേവർ, അപ്പിയറൻസ് ആൻഡ് അഡിക്വേറ്റ് ഷെൽ ലൈഫ് ഉള്ള ആ ഒരു സ്റ്റേജിനെയാണ് ഹാർവെസ്റ്റ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ട്രീയിൽ നിന്ന് തന്നെ ഫുള്ളി ഡെവലപ്പ് ചെയ്യുക. സോ സാറ്റിസ്ഫാക്ടറി പ്രോഡക്റ്റ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. ഫിസിയോളജിക്കൽ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ഗ്രോത്തിലും മെച്ചൂരിറ്റിയിലും എത്തുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനിസൻസ് ആണ്. കൊമേഴ്ഷ്യൽ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ മാർക്കറ്റിനെ വാല്യൂ ചെയ്യുന്ന മാർക്കറ്റിൽ ഏത് ഓപ്ഷനിലാണ് വേണ്ടത് ആ ഒരു സ്റ്റേജിലാണ് ഇതിനെ പിക്കപ്പ് ചെയ്യുന്നത്. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്റ്റേജ്. നമ്മൾ ജസ്റ്റ് ഇമാജിൻ നമ്മളൊരു മാർക്കറ്റിൽ ചെന്നാൽ എങ്ങനത്തെ ഫ്രൂട്ട് ആയിരിക്കും നമുക്ക് കറന്റ് യൂസ് ചെയ്യാൻ, ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ട്. കറക്റ്റ് ഫ്ലേവർ, അപ്പിയറൻസും അങ്ങനെയുള്ള ഒരു സ്റ്റേജിന് അതിന് അഡിക്വേറ്റ് ഷെൽ ലൈഫ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് റൈപ്പനിങ് ആൻഡ് സെൻസസ് ഇൻ cereals, pulses, fruit and vegetables. അപ്പോൾ എന്താണ് റൈപ്പനിങ്? ചേഞ്ച് ദാറ്റ് ഒക്കർ ഇൻ മെച്യൂർ ഫ്രൂട്ട്സ് ബിഫോർ ഹാർവെസ്റ്റ് ഓർ ആഫ്റ്റർ ഹാർവെസ്റ്റ്. ഹാർവെസ്റ്റിന് മുമ്പോ അല്ലെങ്കിൽ ഹാർവെസ്റ്റിന് ശേഷമോ ഒരു മെച്യൂർഡ് ഫ്രൂട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് റൈപ്പനിങ് എന്ന് പറയുന്നത്. റൈപ്പൻസ് എന്ന് പറഞ്ഞാൽ റൈപ്പൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എഡിബിൾ ആയി, അൺറൈപ്പൺ എന്ന് പറഞ്ഞാൽ എഡിബിൾ അല്ല. സോ റൈപ്പൺ എന്താ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റിനെ കാണിക്കുന്നു ആൻഡ് ദ സ്റ്റാർട്ടിങ് ഓഫ് സെനിസൻസ്. അപ്പൊ എന്തെങ്കിലും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബയോളജിക്കൽ ചേഞ്ചസ് ആണ് ഒരു ദാറ്റ് ഒക്കർ ആഫ്റ്റർ ഹാർവെസ്റ്റിന് ശേഷം ഉണ്ടാകുന്ന റൈപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിലോ വെജിറ്റബിൾസിലോ എന്താണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റൻ ആവുന്നു. റൈപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആഫ്റ്റർ ഹാർവെസ്റ്റ് സോഫ്റ്റൻ ആവുന്നു, സ്വീറ്റനിങ് ആവുന്നു, കളർ ചേഞ്ച്, അതുപോലെ ഫ്ലേവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെരി സോഫ്റ്റ് ആൻഡ് പലൈറ്റബിൾ. എല്ലാവർക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ യൂസ് ചെയ്യുന്നവരാവും. അപ്പൊ നമുക്ക് അറിയാം എന്താണ് അത്. ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു. ഒരു കറക്റ്റ് സ്റ്റേജ് നമുക്ക് നല്ല സോഫ്റ്റും പലയബിളും ആയിട്ടുള്ളത്, അതുപോലെ കറക്റ്റ് ഒരു മധുരവും ആ ഒരു ഷുഗർ കണ്ടന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ളൊരു, അതുപോലെ കളർ വൈസും നമുക്ക് ചിലതിൽ നല്ല കളർഫുൾ ആയിരിക്കും പക്ഷെ ടേസ്റ്റ് കാണില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് കറക്റ്റ് ഒരു സ്റ്റേജിൽ ഡെവലപ്പ് ആകാതെ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷെ കറക്റ്റ് പ്രോപ്പർ ആയിട്ടൊരു സ്റ്റേജിൽ അതിനെ പിക്കപ്പ് ചെയ്തതാണെങ്കിൽ കറക്റ്റ് ആ ഒരു കളറും സ്മെല്ല് അതുപോലെ തന്നെ സ്വീറ്റ്നെസ് എല്ലാം ആ ഒരു ഫ്രൂട്ടിൽ ഉണ്ടാവും. പിന്നെ ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ ഡെവലപ്പ് ചെയ്യുന്നു. ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ ഫ്ലേവർ ആൻഡ് അരോമ ഓൾസോ പ്രൊഡ്യൂസ്. ഓക്കെ, ഇതെല്ലാമാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബയോകെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് ആഫ്റ്റർ ഹാർവെസ്റ്റ്. ഇനി ഇതിന്റെ ടെക്സ്ചർ ഒന്നും കൂടെ ഉണ്ട്. ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര സോഫ്റ്റ് ആകും. ഒരു അൺറൈപ്പൺ ആയിട്ടുള്ളതും റൈപ്പൺ ആയിട്ടുള്ളതും നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നെ ബനാനയുടെ കേസിൽ എടുത്താൽ തന്നെ റോയ് ആയിട്ടുള്ളതും ഫുള്ളി മെച്ചുവർഡ് ആയിട്ടുള്ളതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകുന്നു. ഇത് ഭയങ്കര ഹാർഡ് ആയിരിക്കും, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സോ റൈപ്പനിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. റൈപ്പനിങ്, ക്ലൈമാക്ടറിക് റൈപ്പനിങ് ആൻഡ് നോൺ ക്ലൈമാക്ടറിക് റൈപ്പനിങ്. അപ്പൊ എന്താണ് ക്ലൈമാക്ടറിക് റൈപ്പനിങ്? ഫ്രൂട്ട്സ് ദാറ്റ് ക്യാൻ ബി ഹാർവെസ്റ്റഡ് വെൻ മെച്ചുവർ ആവുമ്പോൾ, പക്ഷെ റൈപ്പനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മെച്ചുവർ ആയി പക്ഷെ റൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഫോർ എക്സാമ്പിൾസ് ബനാന, പപ്പായ, മാംഗോസ്, ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഫുള്ളി മെച്ചുവർഡ് ആയിട്ടുണ്ട്. ബനാന ഒരിക്കലും നമ്മൾ ബനാന പ്ലാന്റിൽ നിന്ന് നേരത്തെ പിക്കപ്പ് ചെയ്യാറില്ല. ഏകദേശം അത് ഈ ഒരു ഗ്രീൻ കളറിലായിരിക്കുമ്പോൾ എന്നിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടാണ് ഈ ഒരു കളറിലേക്ക് നമ്മൾ റൈപ്പൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് ഓഫ്
റൈപ്പനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റാപ്പിഡ് റൈസ് ഉണ്ടാവുന്നു റെസ്പിറേഷൻ റേറ്റിൽ. അതിനെ എന്താ പറയുന്നത്? റെസ്പിറേറ്ററി ക്ലിമാറ്റിക് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഈ ക്ലിമാറ്ററിക് റെസ്പിറേഷൻ സ്ലോ ഡൗൺ ചെയ്യേ ഫ്രൂട്ട്സ് റൈപ്പൺ ആകാൻ തുടങ്ങുന്നു. അതൊരു ഗുഡ് ക്വാളിറ്റി ഈറ്റിംഗ് ഫ്രൂട്ട് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം ക്ലൈമാറ്ററിക് റൈപ്പണിങ്ങിൽ അത് ഫുള്ളി റൈപ്പൺ ആകുന്നതിന് മുമ്പ് മെച്ചുവേർഡ് ആയി, പക്ഷെ ഫുള്ളി റൈപ്പൺ ആയിട്ടില്ല. ഇവിടെയാണ് ഫുള്ളി റൈപ്പൺ ആകുന്നത്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിലിപ്പം ഈ ഒരു സ്റ്റേജ് മെച്ചുവേർഡ് ആയിട്ടുണ്ട്, പക്ഷെ ഫുള്ളി റൈപ്പണിങ് ആണെങ്കിൽ ഇവിടെ എത്തണം. ഈ ഒരു സ്റ്റേജിൽ പിക്ക് ചെയ്ത് വെക്കുന്നതാണ് ക്ലിമാറ്റിക് റൈപ്പണിങ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ആപ്പിൾ, ബനാന, മാംഗോ, സപ്പോട്ട, മെലോൺ ആൻഡ് പപ്പായസ്. ഇതെല്ലാം നമ്മൾ മെച്ചുവേർഡിൽ തന്നെ, പക്ഷെ ബിഫോർ റൈപ്പണിങ് ആവുന്നതിന് മുമ്പേ ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് ക്ലിമാറ്ററിക് റൈപ്പണിങ് എന്ന് പറയുന്നത്. ഇനി നോൺ ക്ലൈമാറ്റിക് റൈപ്പണിങ്. ഫ്രൂട്ട്സ് വിച്ച് റൈപ്പൺ ഓൺലി വെൽ അറ്റാച്ച്ഡ് ടു പാരന്റ് പ്ലാന്റ്. പാരന്റ് പ്ലാന്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രം റൈപ്പ് ചെയ്യുന്ന ഫ്രൂട്ടിനെയാണ് നോൺ ക്ലിമാറ്റിക് റൈപ്പനിങ് എന്ന് പറയുന്നത്. സോ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതെന്താണ്? ഗ്രേപ്സ്, അതുപോലെ തന്നെ സ്ട്രോബെറീസ്, ചെറി, ഇതെല്ലാം ബിഫോർ ഹാർവെസ്റ്റ്, ഐ മീൻ ഫുള്ളി റൈപ്പൺ ആവാതെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷുഗർ ആൻഡ് ആസിഡ് കണ്ടൻസ് ഇൻക്രീസ് ചെയ്യില്ല. അത് നമുക്ക് യൂസ് ചെയ്യാൻ അത്ര ടേസ്റ്റി ആയിരിക്കില്ല. ഇപ്പം ഗ്രേപ്പ് ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും ചെറി ആണെങ്കിലും അത് ഫുള്ളി റൈപ്പ് ആവാതെ അത് പ്ലാന്റിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അതിന് ഒരു ഫ്ലേവറോ ഇതൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് നോട്ട് എഡിബിൾ. ടേസ്റ്റി ആയിരിക്കില്ല. എഡിബിൾ ആണെന്നല്ല, നമുക്ക് ഒരു ടേസ്റ്റോ ഇതൊന്നുമില്ല, നമുക്ക് കൺസ്യൂം ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം റെസ്പിറേഷൻ റേറ്റ് സ്ലോ ഡൗൺ ചെയ്യുന്നു ഡ്യൂറിങ് ഗ്രോത്ത് ആൻഡ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. ആഫ്റ്റർ ഹാർവെസ്റ്റിന് ശേഷം റെസ്പിറേഷൻ റേറ്റ് കുറയുന്നു, മെച്ചുറേഷൻ റൈപ്പനിങ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ചെറി, കുക്കുംബർ, ഗ്രേപ്പ്, ലെമൺ, പൈനാപ്പിൾ, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, സ്ട്രോബെറീസ്. ഈ എക്സാമ്പിൾസ് ഇങ്ങനത്തെ ക്ലിമാട്രിക്കിന്റെ നോൺ ക്ലിമാട്രിക്കിന്റെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസ് നോക്കി വെക്കേണ്ടത്. അതെന്തായാലും ഷുവറായിട്ടും എക്സാംസിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സെറൽസ് എന്ന് പറഞ്ഞാല് സെറൽസ് ഇല്ലേ, അതില് പൾസസ്, സെറൽസ് ധാന്യങ്ങളിലും, സെറൽസ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഈ ഓട്സ് പോലുള്ള ധാന്യങ്ങള് ഓട്സ് പോലുള്ള അതെല്ലാം അതിലൊക്കെ എന്താ പറയാ മോയ്സ്ചർ കണ്ടന്റ് കുറെ മോയ്സ്ചർ കണ്ടന്റ് പോകും. എന്താ പറയാ അതിന്റെ പ്രോസസ്സിങ്ങിൽ ഡിഫിക്കൽട്ട് ആകുന്നു, അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ കുറയുകയും ചെയ്യും. ഈ നോൺ ക്ലിമാറ്റിക് റൈപ്പനിങ്ങില് സെറൽസിന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ മോയ്സ്ചർ പോകുന്നു. ഒത്തിരി ധാന്യങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല, അത് സെറൽസ്. അപ്പം അതിലൊക്കെ അതുപോലെ പൾസസിലും അതിന്റെ മോയ്സ്ചർ പോയി ഇത് സീഡ്സ് ഹാർഡൻ ആകാൻ തുടങ്ങുന്നു ബിഫോർ മെച്യൂരിറ്റി. അത് പ്ലാന്റിൽ നിന്ന് അതിനെ ഹാർവെസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റഡ് റൈപ്പനിങ്. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ്? ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, റേഡിയേഷൻ, എയർ ഹ്യൂമിഡിറ്റി, വോളറ്റൈൽസ്, അതുപോലെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇത്രയാണ് ഫാക്ടേഴ്സ് ഇതിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ പിഗ്മെന്റേഷൻ, ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫ്രൂട്ട്, അത് പിഗ്മെന്റേഷൻ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സ്പെസിഫിക് പിഗ്മെന്റ്, ആ ഒരു ഫ്രൂട്ടിന് അതിന്റെ ഫൈനൽ കോൺസെൻട്രേഷൻ കിട്ടാനുള്ള സ്പെസിഫിക് പിഗ്മെന്റേഷൻസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അപ്പൊ അത് മാക്സിമം ടെമ്പറേച്ചർ ആണെങ്കിൽ ആ സ്പെസിഫിക് എത്ര ടെമ്പറേച്ചർ ആണ് അതിന് കിട്ടുന്നത് അതനുസരിച്ച് ഓരോ സ്പീഷീസിലും അതിന്റെ പിഗ്മെന്റ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എലവേറ്റഡ് ലെവൽ ഓഫ് CO2, elevated എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് CO2 ഇൻഹിബിറ്റ് റൈപ്പനിങ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ റെസ്പിറേഷൻ. CO2 ലെവൽ കൂടുമ്പോൾ റൈപ്പനിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, റെസ്പിറേഷൻ കുറയുകയും റൈപ്പനിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ കുറയുമ്പോഴും റൈപ്പനിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. use of elevated CO2 and reduced O2 in refrigerated storage അതിനെയാണ് controlled atmospheric storage എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് എലവേറ്റഡ് ആയിട്ടുള്ള CO2 കൂടുതലും ഓക്സിജൻ കുറവുമായിട്ടുള്ള ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷനെയാണ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പം ഇതില് കുറച്ച് കൺഫ്യൂസിങ് വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട്. എലവേറ്റഡ് CO2 ആണോ O2 ആണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ ഇത് നന്നായിട്ട് നോക്കണം. എനിക്ക് ഇടയ്ക്ക് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അപ്പം നമ്മളിവിടെ പറഞ്ഞു ഒപ്റ്റിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചറിന്റെ കേസിലാണെങ്കിൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നത് ഒപ്റ്റിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ ഫോർ സിന്തസൈസ്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പിഗ്മെന്റ് കിട്ടണമെങ്കിൽ ഒരു മാക്സിമം ടെമ്പറേച്ചർ വേണം. അത് ഓരോ സ്പീഷീസിലും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ പറഞ്ഞു CO2 ലെവല് കൂടിയാല് റൈപ്പനിങ് ഇൻഹിബിറ്റ് ആവുന്നു. ഓക്സിജൻ ലെവൽ കുറഞ്ഞാലും റൈപ്പനിങ് ഇൻഹിബിറ്റ് ആവുന്നു. അത് കാരണം ഓക്സിജൻ കാരോട്ടിൻ സിന്തസൈസിനും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ചിലത് ഇൻഹിബിറ്റർ ആയിട്ടും ചിലത് സ്റ്റിമുലേറ്റർ ആയിട്ടും വർക്ക് ചെയ്യാറുണ്ട് റേഡിയേഷൻസ്. ഇൻ ദ കേസ് ഓഫ് ഗ്രേപ്സിന്റെ കേസിൽ ഈ റേഡിയേഷൻസ് എന്ന് പറയുന്നത് റൈപ്പനിങ് ഗ്രേപ്സ് ക്വിക്കായിട്ട് റൈപ്പ് ആവും. ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൽ വെക്കുമ്പോൾ ഗ്രേപ്സ് പെട്ടെന്ന് തന്നെ റൈപ്പ് ആവുന്നുണ്ട്. പക്ഷെ അതിന്റെ ബനാനാസിന്റെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റനിങ് ഡിക്രീസ് ചെയ്യുകയും സ്കിൻ ബ്ലാക്കനിങ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം റേഡിയേഷന്റെ കേസിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രൂട്ട് ഓഫ് പ്ലാന്റ് എന്താ ഏത് സ്പീഷീസ് ആണ്. കാരണം ഗ്രേപ്സിന്റെ കേസിൽ റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അത് റൈപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. മോർ ക്വിക്ലി അത് റൈപ്പ് ആവുന്നുണ്ട് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ. പക്ഷെ ബനാനയുടെ കേസിൽ എക്സ്റേ യൂസ് ചെയ്തപ്പോഴത്തേക്കും സോഫ്റ്റനിങ്ങും അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ സ്കിൻ ബ്ലാക്കനിങ് കൂടി സോഫ്റ്റനിങ് കുറയുകയും ചെയ്തു. നെക്സ്റ്റ് എയർ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രൂട്ടിന് കിട്ടുന്ന ആ ഒരു എയറിന്റെ അത് ചില സമയത്ത് ചില ഫ്രൂട്ട്സിന് നല്ലതാണ്. ഫോർ പിയർ ഫ്രൂട്ട്സിനൊക്കെ സാച്ചുറേറ്റഡ് എയർ ഹൺഡ്രൻസ് ഡെവലപ്പ് ഗുഡ് ഫ്ലേവർ. പക്ഷെ ആപ്പിളിന്റെ കേസിൽ ഒരു ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ബ്ലാക്കനിങ് ആവും. അപ്പം റേഡിയേഷനും ഹ്യൂമിഡിറ്റിയും ഡിപ്പെൻഡ് അപ്പോൺ സ്പീഷീസ്. ഒന്നിന് സ്റ്റിമുലേറ്ററും ഒന്നിന് ഇൻഹിബിറ്ററും ആകുന്നുണ്ട്. നെക്സ്റ്റ് വോളറ്റൈൽസ് നോൺ എത്തലിനിക് വോളറ്റൈൽസ് റൈപ്പനിങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. എയർ പ്യൂരിഫിക്കേഷൻ വിത്ത് ആക്ടിവേറ്റഡ് കാർബൺ അതുപോലെ H2SO4 ആൻഡ് NaOH slowed down ripening of pre-climateric apples in a recirculation system. എയർ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ആക്ടിവേറ്റഡ് കാർബൺസ് H2SO4 അതുപോലെ NaOH റൈപ്പനിങ് സ്ലോ ഡൗൺ ചെയ്യുന്നു പ്രീ ക്ലിമാറ്ററിക് ആയിട്ടുള്ള ആപ്പിൾസിനെ റീസർക്കുലേഷൻ സിസ്റ്റം. ഓക്കെ, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ജസ്റ്റ് റിമെമ്പർ ചെയ്യാനായിട്ട് ഏത് കൂടുമ്പോഴാണ് ഇൻക്രീസ് ആകുമ്പോഴാണ് ഡിക്രീസ് ആകുമ്പോഴാണ് എന്നൊന്ന് നോക്കി വെക്കേണ്ടതാണ്. അടുത്തത് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇത് സെയിം ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ കേസിലും സംടൈംസ് സ്റ്റിമുലേഷൻ ഗ്യാതേർഡ് ഫ്രൂട്ട്സിൽ സ്റ്റിമുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. റൈപ്പനിങ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്താ പറയാ, ചില സമയത്ത് ഇൻഹിബിറ്റർ ആയിട്ടും ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് മാറാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓക്സിൻസ് ചില സമയം സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്, ചില സമയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് റൈപ്പനിങ്. ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് തന്നെ സംടൈംസ് സ്റ്റിമുലേറ്റും അതുപോലെ തന്നെ സ്ലോ ഡൗണും ചെയ്യുന്നുണ്ട് ഈ റൈപ്പനിങ്. ഈ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഗ്യാതേർഡ് ഫ്രൂട്ടിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അത് ഇയർലി സ്റ്റേജിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ്. പിക്കിങ് ചെയ്യുന്നതിന് മുമ്പുള്ള എഫക്റ്റീവ് ആകണമെങ്കിൽ വെരി സൂൺ ആഫ്റ്റർ പിക്കിങ്ങിന്
ശേഷം വെരി സൂൺ അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് എത്തിഫോൺ പ്രൊമോട്ട്സ് റീഗ്രീനിങ് ആൻഡ് ഏർലി റൈപ്പനിങ് ഇൻ ഗ്രേപ്സ്, ടൊമാറ്റോ, കോഫി, പിയർ, പ്ലം, പീസ് ആൻഡ് സിട്രസ്. എത്തിഫോൺസ് ഗ്രേപ്സിലും ടൊമാറ്റോയിലും കോഫി, പീർ, പ്ലം, പീച്ച് ആൻഡ് സിട്രസ് പോലുള്ള ഫ്രൂട്ടിൽ റീഗ്രീനിങ്ങും ഏർലി റൈപ്പനിങ്ങും ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്സിൻസിന്റെ കേസിൽ പറഞ്ഞു, ചില സമയം ഓക്സിൻസ് സ്ലോ ഡൗൺ ചെയ്യും, ചില സമയത്ത് ആക്സിലറേറ്റ് ചെയ്യുന്നു റൈപ്പനിങ്. എത്തിലീൻസ് ഫോർമേഷൻ ഇൻഹിബിറ്റഡ് ബൈ എത്തിലിന്റെ ഫോർമേഷൻസിനെ ഓക്സിൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഓക്സിൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള പെറോക്സിഡേസ് എന്താണ് യൂസ് ചെയ്യാറുണ്ട് ടു കൺട്രോൾ ഫ്രൂട്ട് റൈപ്പനിങ്. ഓക്കെ. എത്തിലിൻ ഫോർമേഷൻ ഇസ് ഇൻഹിബിറ്റഡ് ബൈ ഓക്സിൻ ആൻഡ് ദെർഫോർ ഓക്സിൻ ഹാവ് ടു ബ്രോക്ക് ഡൗൺ ബൈ പെറോക്സിഡേസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഫ്രൂട്ട് റൈപ്പനിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. കാരണം എത്തിലിന് ഗ്രേപ്സിലൊക്കെ ഇൻക്രീസ് ചെയ്യാറുണ്ട്, സ്റ്റിമുലേഷൻ റൈപ്പനിങ് സ്റ്റിമുലേറ്റ് ചെയ്യാറ്. പക്ഷേ എത്തിലിൻ ഫോർമേഷൻ ഓക്സിൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓക്സിജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഫ്രൂട്ട് റൈപ്പനിങ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്സിൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അതെന്തിനാന്ന് വെച്ചാൽ എത്തിലിൻ ഫോർമേഷനെ ഓക്സിൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്സിജൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, പെറോക്സിഡൈഡ്സ്. സോ അങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്നു റൈപ്പനിങ്. അപ്പം ഇതിന് യൂസ് ചെയ്യുന്ന ആ ഒരു എൻസൈംസിനെ എന്താ ഓക്സിൻ degrading enzymes. Accumulation of abscisic acid is also associated with the ripening. Abscisic acid റൈപ്പനിങ്ങിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓക്സിൻസ് എന്റെ കേസിൽ സ്ലോ ചെയ്യുകയും ചെയ്യും, അക്സലറേറ്റ് ചെയ്യുകയും ചെയ്യും. വെരി കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. ശരിക്കും നോക്കി തന്നെ ചെയ്തില്ലെങ്കിൽ കൺഫ്യൂസ് ആവുന്ന ഒരു പോർഷൻ ആണ്. എത്തിലിന്റെ കേസിലും എനിക്ക് മനസ്സിലായി ഈ ഒരു ലൈൻസ് വെരി കൺഫ്യൂസിങ് ആണ്. പക്ഷെ എത്തിലിൻ ഫോർമേഷനെ ഓക്സിൻസ് ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിൻസിനെ ബ്രോക്ക് ഡൗൺ ചെയ്യുന്നത് പെറോക്സിഡൈഡ്സ്. ഓക്സിൻസിനെ ബ്രോക്ക് ഡൗൺ ചെയ്യുന്നത് എത്തിലിൻ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. എത്തിലിൻ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട് റൈപ്പനിങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി. പിന്നെ ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. കൺഫ്യൂസ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് ഇൻ ചാറ്റ്, കമന്റിൽ ഇട്ടാൽ മതി. നെക്സ്റ്റ് സെനിസൻസിലേക്ക് പോവാണ്. സെനിസൻസ് എന്ന് പറഞ്ഞാൽ ഏജിങ് ആൻഡ് ഡിട്രിയോറേഷൻസ്. ആഫ്റ്റർ ഹാർവസ്റ്റിന് ശേഷം ഉണ്ടാകുന്ന ഏജിങ്ങിനെയും ഡിട്രിയോറേഷനെയാണ് സെനിസസ് എന്ന് പറയുന്നത്. എന്താ ഫിസിക്കൽ, കെമിക്കൽ, ബയോകെമിക്കൽസ് ആയിട്ടുള്ള സീരീസസ് ഒക്കെ ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി, ഫെർട്ടിലിറ്റി എല്ലാം ഡിക്ലൈൻ ആയി എവൻച്വലി ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്ലാന്റ് ക്രോപ്പ് എന്താണെങ്കിലും അതിന്റെ ഡെപ്തിലേക്ക് എത്തുന്നു. അതിനെയാണ് സെനിസസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെനിസസ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് സെനിസൻസ്, വെജിറ്റേറ്റീവ് സെനിസൻസ്, സെല്ലുലാർ സെനിസൻസ്. ഓക്കെ. റീപ്രൊഡക്റ്റീവ് സെനിസസ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഏജിനനുസരിച്ച് റീപ്രൊഡക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നതിനെ റീപ്രൊഡക്റ്റീവ് സെനിസൻസ് എന്ന് പറയുന്നു. വെജിറ്റേറ്റീവ് സെനിസൻസ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ഇൻ വെജിറ്റേറ്റീവ് ഗ്രോത്ത്. പ്രൊഡക്ടിവിറ്റി, ഏജിനനുസരിച്ച് വെജിറ്റേറ്റീവ് ഗ്രോത്തിനും പ്രൊഡക്ടിവിറ്റിയും കുറയുമ്പോൾ അതിനെ എന്താ പറയുന്നത്? വെജിറ്റേറ്റീവ്. സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ഇൻ സെൽ ഡിവിഷൻ. ഇത് മൂന്നുമാണ് ടൈപ്സ്. ഇനി ഇതിന് കോസസ് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവും? ജനറ്റിക് ഫാക്ടേഴ്സ്. ജനറ്റിക് ഫാക്ടർ ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടർ ഉണ്ട്, ഹോർമോണൽ ഉണ്ട്, സെല്ലുലാർ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ജനറ്റിക് എന്ന് പറഞ്ഞാൽ പ്രീമച്ചുർ ഏജിങ്, ജനറ്റിക്കൽ പ്രീഡിപ്പോസിഷൻ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സ്ട്രെസ്, പൊല്യൂഷൻ, ഡിസീസ് ആൻഡ് പുവർ ഗ്രോവിംഗ് കണ്ടീഷൻ. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോണിലുള്ള ഡിക്ലൈൻസ്. സെല്ലുലാർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ഡാമേജ്, ടീലോമറിക് ഷോർട്ടനിങ്, എപ്പിജനറ്റിക് ചേഞ്ചസ്. അതെല്ലാം ദിസ് പോർഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് ഒന്ന് പഠിച്ചു വെക്കണം.
ഇനി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റി, ഫെർട്ടിലിറ്റി ഡിക്ലൈൻ ആവുന്നു, മോർഫോളജി അനാട്ടമി ചേഞ്ച് ആകുന്നുണ്ട്. പിന്നെ ഡിസീസസിനോട് പെട്ടെന്ന് തന്നെ സസ്പെക്റ്റബിൾ ആവുന്നു. അത് സസ്പെക്റ്റബിലിറ്റി കൂടുവാണ്. ഡിസീസസ് ആൻഡ് പെസ്റ്റ് അറ്റാക്ക്. ഡിക്രീസ്ഡ് എബിലിറ്റി ടു റെസ്പോണ്ട് ടു എൻവയോൺമെന്റൽ സ്ട്രെസ്സുമായിട്ട് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി കുറയുന്നു. ക്രോപ്സിന്റെ കേസിലാണെങ്കിൽ ഈൽഡും ക്വാളിറ്റിയും കുറയുന്നു. അതുപോലെ പെസ്റ്റ് അറ്റാക്കിൽ നിന്നും ഉള്ള ഒരു പെസ്റ്റ് അറ്റാക്ക് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള അതിന്റെ ഒരു ആ ഒരു കപ്പാസിറ്റി ലോസ് ആകും. സസ്പെക്ടിവിറ്റി ടു ഡിസീസ്, പെസ്റ്റ് അറ്റാക്ക്, അതുപോലെ ന്യൂട്രീഷൻസ് വാല്യൂസ് കുറഞ്ഞ് അതിന്റെ ഷെൽ ലൈഫും കുറയുന്നു. ഇതെല്ലാമാണ് സെൻസസിന്റെ എഫക്റ്റ്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മെച്ചൂരിറ്റി ഇൻഡിസസ് ആൻഡ് ഹാർവെസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ആണ്. മെച്ചൂരിറ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റ് ഫാക്ടർ, ഏത് ഹാർവെസ്റ്റ് ചെയ്യേണ്ട ഫാക്ടർ, ഒരു ഫാക്ടർ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇത് ഹാർവെസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ഓർ ക്രോപ്പ് എനിത്തിങ് ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സർട്ടൻ ഫാക്ടറിനെയാണ് എന്താ പറയാ മെച്ചൂരിറ്റി ഇൻഡിസസ് എന്ന്. ഫാക്ടർ അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ, ഹാർവെസ്റ്റ് ചെയ്യാം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറിനെയാണ് അതെന്താ വിഷ്വലൈസേഷൻ വഴിയുള്ളതാകാം, ഫിസിക്കൽ ആകാം, കെമിക്കൽ ആകാം, കമ്പ്യൂട്ടേഷൻ ആകാം, അത് ഫിസിയോളജിക്കൽ മെത്തേഡ്, എങ്ങനെ വരെയുള്ള ആ ഒരു ഫാക്ടർ ആയിരിക്കും ഈ ദിസ് ഫ്രൂട്ട് ഓർ അല്ലെ ദാറ്റ് ഫ്രൂട്ട് അല്ലെ വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യണമെന്ന് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത്. അതിനെയാണ് മെച്ചൂരിറ്റി ഇൻഡിസസ്. അപ്പം വിഷ്വൽ എന്ന് പറഞ്ഞ കളർ, സൈസ്, ഷേപ്പ്, കളറും ഷേപ്പും സൈസും അനുസരിച്ച് ഈ ഒരു ഫ്രൂട്ട് മെച്ചൂറായി ഹാർവെസ്റ്റ് ചെയ്യാം എന്നൊരു എന്താ പറയാ തീരുമാനമെടുക്കും. അതുപോലെ ഫിസിക്കലായിട്ട് ഫേംനെസ്സും സോഫ്റ്റ്നെസ്സും നോക്കി, കെമിക്കലായിട്ട് എന്താണ് കെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഷുഗർ കണ്ടന്റ്, ആസിഡ് കണ്ടന്റ് വെച്ച് കമ്പ്യൂട്ടേഷൻ മീൻസ് ഹീറ്റ് യൂണിറ്റ്, ബ്ലൂം ടു ഹാർവെസ്റ്റ് പീരീഡ്, ഫിസിയോളജിക്കൽ മെത്തേഡ്, റെസ്പിറേഷൻ. ഇതെല്ലാമാണ് മെച്ചൂരിറ്റി ഇൻഡിസസിൽ പറയുന്നത്. വിഷ്വൽ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. ബിക്കോസ് നമുക്കൊരു സാധനം കാണുമ്പോഴേ ഓക്കെ ഇത് കറക്റ്റ് സ്റ്റേജ് ടു പിക്ക് എന്ന് പറഞ്ഞാൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നു. സർട്ടൻ സിഗ്നൽസ് ഓൺ പ്ലാന്റ്സ് ഓർ ഓൺ ദ ഫ്രൂട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പോയിന്റർ. ഫോർ എക്സാമ്പിൾ, ബനാനയുടെ ലീഫ് ആണെങ്കിൽ ഡ്രൈ ആകുന്നു. ജാക്ക് ഫ്രൂട്ടിന്റെ കേസിലാണെങ്കിലോ ലാസ്റ്റ് ലീഫ് ഓഫ് പെഡങ്കിൾ യെല്ലോ ആകാൻ തുടങ്ങുന്നു. അതെല്ലാം എക്സാമ്പിൾ, അതെല്ലാം കാണുമ്പോൾ ആ ഒരു വിഷ്വൽ ഇൻഡെക്സ്, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ, എന്താണ് ആ ഒരു പർട്ടിക്കുലർ തിങ്സ് കാണുമ്പോൾ നമുക്ക് വിഷ്വൽ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ഇത് മെച്ചുവേർഡ് ആയി, ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ വന്നത് സ്റ്റേജ് എത്തുന്നു. പിന്നെ മാംഗോയുടെ കേസിലാണെങ്കിൽ ഫ്ലോ ഓഫ് സാപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യുന്നു. കറക്റ്റ് മെച്യൂരിറ്റിയിലാണ് ഇത് മാംഗോസ് ഒക്കെ നമ്മൾ പിക്ക് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് അതിന്റെ സാപ്പ് ഫ്ലോ കുറവാണ്. പക്ഷെ എന്താ പറയാ ഇൻമെച്യൂർ ആയിട്ടാണെങ്കിൽ ഫോഴ്സ് ആയിട്ടായിരിക്കും ആ ഒരു സാപ്പിന്റെ ഫ്ലോ ഉണ്ടാകുന്നത്. സെയിം ഇൻ പപ്പായ, ലാക്ടെക്സ്, പപ്പായയുടെ ലാക്ടെക്സ് വാട്ടറി ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് മെച്യൂരിറ്റി ആയിട്ടുള്ള സപ്പോർട്ടയില് അതിന്റെ ഈ ഒരു എന്താ പറയാ സാപ്പിന്റെ ഫ്ലോ എപ്പോഴും കുറഞ്ഞു വരും. അപ്പൊ മെച്യൂരിറ്റി ആയിട്ടില്ലെങ്കിൽ സാപ്പ് ഫ്ലോ ഹൈ ആയിരിക്കും, അല്ല മെച്യൂരിറ്റി ആയി എന്നാണെങ്കിൽ ആ ഒരു സാപ്പ് ഫ്ലോ എപ്പോഴും കുറവായിരിക്കും. പപ്പായയില് വാട്ടറി ആയിട്ടായിരിക്കും, പപ്പായ മെച്യൂർ ആയെങ്കിൽ ലാറ്റക്സ് വരുന്നത് വാട്ടറി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ തിക്ക് ആയിട്ടായിരിക്കും. ഓക്കെ, ഇതാണ് വിഷ്വൽ ഇൻഡെക്സിൽ പറയുന്നത്. നെക്സ്റ്റ് സീഡ് ഡെവലപ്മെന്റ്. ആ ഒരു ഫ്രൂട്ടിന്റെ സീഡ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അത് എൻഡോകാർപ്പ് ഹാർഡനിങ് ആവുന്നതും അതിന്റെ എന്താ പറയാ സ്കിന്നൊക്കെ വെച്ചിട്ട് സീഡിന്റെ ഡെവലപ്മെന്റും ബേസ് ചെയ്തിട്ട് എൻഡോകാർപ്പ് ഹാർഡനിങ് ഫോർ സ്റ്റോൺ ആൻഡ് ഫൈബർ ഡെവലപ്മെന്റ് ഫോർ ഡെസേർട്ട് ഇൻ മാംഗോ. അതാണ് എക്സാമ്പിൾ പറയുന്നത്. സീഡ് ഡെവലപ്മെന്റ് വെച്ച് ഫ്രൂട്ട്സിന്റെ മെച്ചൂരിറ്റി അറിയാൻ പറ്റും. ബഡ് ഡാമേജ്, ചില മാംഗോസിന്റെ ഒക്കെ കേസിൽ മെച്ചൂരിറ്റി അറിയുന്ന അതിന്റെ ബഡിലെ ഡാമേജ് ആകുന്നതനുസരിച്ച് മെച്ചൂരിറ്റി അറിയാൻ പറ്റും. നെക്സ്റ്റ് കലണ്ടർ ഡേറ്റ് എന്ന് നോക്കുന്നത് ചില സീസണൽ ക്രോപ്സിന്റെ കേസിലാണ്. അത് യൂണിഫോം അല്ല, സംടൈം യൂണിഫോം അല്ലാതെയും
ഉള്ള ക്രോപ്സ് ആണെങ്കിൽ അതിന്റെ കേസിൽ ഈ കലണ്ടർ ഡേറ്റ് യൂസ് ചെയ്യുന്നത്. പെരിനിയൽ ഫ്രൂട്ട് ക്രോപ്സ് ഗ്രോൺ ഇൻ സീസണൽ ക്ലൈമറ്റിലാണ് ഇത് കൂടുതലായിട്ടും ഇയർ ടു ഇയർ. കാരണം ഇതിൽ ഫ്ലവറിങ് നമുക്ക് കറക്റ്റ് ഒരു മന്തിലല്ല, ഒരു ഇയർ ഒരു മന്തില്, നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് മന്ത് അങ്ങനെ ആകുമ്പോൾ അതിന്റെ ഫ്ലവറിങ്ങിന്റെ ഡേറ്റ് തൊട്ട് ആ ഒരു ഫ്ലവറിംഗ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ മെച്ചൂരിറ്റി അറിയുന്നത്. അപ്പൊ ടൈം ഓഫ് ഫ്ലവറിങ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കലണ്ടർ ഡേറ്റ് ആണ് പെരിനിയൽ ഫ്രൂട്ട് ക്രോപ്സ് പോലെ സീസണൽ പെരിനിയൽ ക്രോപ്സിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഹീറ്റ് യൂണിറ്റ്. ഹീറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ഡിഗ്രി ഡേ എന്ന് പറയും. ഹീറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോരം എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു ക്രോപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്രോയിങ് സീസണിൽ, അത് ഗ്രോ ചെയ്യുന്ന സീസണിൽ എന്തോരം ഹീറ്റ് അത് അബ്സോർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോരം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഹീറ്റ്. ഇതൊരിപ്പോ ന്യൂ ടെക്നോളജി ആയിട്ട് ഹാർവെസ്റ്റ് ടെക്നോളജി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താ ഡിഗ്രി ഡേയ്സ് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹയർ ടെമ്പറേച്ചറിൽ ഫാസ്റ്റ് ആയിട്ട് മെച്ചൂരിറ്റി ആവുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഹീറ്റ് യൂണിറ്റ്സ് പ്ലാനിങ്ങും പ്ലാന്റിങ്ങും ഹാർവെസ്റ്റിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഹീറ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഗ്രോയിങ് ഡിഗ്രി ഡേ എന്ന് അതിനെ പറയും. ഇതിൽ മെയിൻ ആയിട്ടും ഡെവലപ്മെന്റ്, ഫ്രൂട്ടിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും ഡിഗ്രി ഡേയ്സ് വെച്ചിട്ടാണ്. എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അത് എക്സ്പീരിയൻസ് ചെയ്തു ഗ്രോയിങ് സീസണിൽ, എന്തോരം എമൗണ്ട് ഓഫ് മെഷർ ഓഫ് ഒരു ഹീറ്റ് അതിന് കിട്ടി, ഇത്ര ഡേയ്സിൽ ഇത്ര മെഷർ ഓഫ് ഹീറ്റ് അത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ടേബിൾ ആണ്. ഈ ടേബിളിന്റെ അകത്ത് എന്താ പറയാ, റൂട്ട്സ്, ബൾബ് ആൻഡ് ട്യൂബർ ക്രോപ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മെച്ചൂരിറ്റി ഇൻഡെക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റാഡിഷും ക്യാരറ്റും ആണ്. അതില് ലാർജ് ഇനഫ് ആൻഡ് ക്രിസ്പി. മെച്ചൂരിറ്റി ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഇനഫ് ആവും, ക്രിസ്പി ആകും. ഇത് വിഷ്വൽ ആണ്. അതുപോലെ തന്നെ പൊട്ടറ്റോ, ഒനിയൻ, ഗാർലിക് അതിന്റെ ചോപ്പ് ഡ്രൈ ആകാൻ തുടങ്ങി. ഇത് വിഷ്വൽ ആണ്, ചോപ്പിൽ ക്ലോൺ ആകുന്നു. യാം, ബീൻ ആൻഡ് ജിഞ്ചർ ലാർജ് ഇനഫ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇതിന്റെ മെച്ചൂരിറ്റി, റൂട്ട്, ബൾബ് ആൻഡ് ട്യൂബർ ക്രോപ്സിന്റെ മെച്ചൂരിറ്റി ഇൻഡെക്സസ് നമുക്ക് വിഷ്വലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫ്രൂട്ട് വെജിറ്റബിൾസ്, കൗപ്പി, സ്നാപ്പ് ബീൻ, സ്വീറ്റ് പീ, വിങ്ഡ് ബീൻസ് ഇതെല്ലാം വെൽ ഫിൽഡ് പോട്ട്സ് ദാറ്റ് സ്നാപ്പ് റെഡിലി. നല്ല അതിന്റെ ആ ഒരു പോട്ട്സ് പെട്ടെന്ന് തന്നെ സ്നാപ്പ് ചെയ്ത് തുറന്നു വരുന്നു. അതിന്റെ പോട്ട്സ് നമ്മൾ തൊട്ടാലേ അത് പൊട്ടി ഇങ്ങനെ വരും. ലിമ ബീൻ ആൻഡ് പീജിയൻ പീ ഇതില് വെൽ ഫിൽഡ് പോട്ട്സ് ദാറ്റ് ആർ ബീങ് ടു ലൂസ് ദെയർ ഗ്രീൻനെസ്. ഒക്കാരവിൽ എന്ന് പറഞ്ഞാൽ ഒക്കാര മീൻസ് ലേഡി ഫിംഗർ, അതിന്റെ ഡിസൈറബിൾ ആയിട്ടുള്ള സൈസിൽ എത്തുന്നു. വിച്ച് ക്യാൻ ബി സ്നാപ്പ് റെഡിലി. പെട്ടെന്ന് തന്നെ അത് നമ്മൾ തൊട്ടാല് നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കാണ് ഒക്കാരോ ലേഡി ഫിംഗർ. അതിൽ മെച്ചൂർഡായ ജസ്റ്റ് ഒന്ന് അതിന്റെ ഡിസൈറബിൾ സൈസിൽ എത്തുന്നു. ടിപ്പിൽ ഇതാക്കിയാൽ പൊട്ടി കയ്യിൽ വരും. സ്നേക്ക് ഗ്രൗണ്ട് ഡിസൈറബിൾ സൈസ് റീച്ച്ഡ് ആൻഡ് തമ്പനീൽസ് ക്യാൻ സ്റ്റിൽ പെനട്രേറ്റ് ഫ്ലഷ് റെഡിലി. എഗ് പ്ലാന്റ് ബിറ്റർ ഗ്രൗണ്ട് സ്ലൈസിംഗ് കുക്കുംബർ ഇതിൽ ഡിസൈറബിൾ സൈസ് എത്തുന്നു, എന്നാലും അത് ടെൻഡർ ആയിട്ട് തന്നെ ഇരിക്കും. ടൊമാറ്റോയുടെ ആണെങ്കിൽ ഗ്രീൻ പിങ്ക് കളർ ആവുന്നു. അതുപോലെ തന്നെ സീഡ്സ് കട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് പെട്ടെന്ന് ചാടി വരും. മസ്ക് മെലോൺ ആണെങ്കിൽ വൈൻസിൽ നിന്ന് പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവുന്നു. പിന്നെ വാട്ടർ മെലോൺ ആണെങ്കിലോ അത് നമ്മളൊന്ന് ഇതായിട്ട് നോക്കുമ്പോൾ ആ ഫ്രൂട്ടിൽ ഒന്ന് തട്ടി നോക്കുമ്പോൾ സൗണ്ട് വരുന്നു. പിന്നെ ഫ്ലവർ വെജിറ്റബിൾസ് ആയിട്ടുള്ള കോളിഫ്ലവറിൽ കേർഡ് കോമ്പാക്ട് നടക്കുന്നു. ബ്രൊക്കോളിയില് ബഡ് ക്ലസ്റ്റർ കോമ്പാക്റ്റും ആണ് കാണിക്കുന്നത്. ഈ ടേബിളും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻസ് വരുമ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഓപ്ഷൻസ് വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ബൈ ഹാർട്ട് ചെയ്യാൻ പറയില്ല, പക്ഷെ ജസ്റ്റ് എന്തൊക്കെയാണ് ഇതാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എത്രയേ ഉള്ളൂ ഈ ടോപ്പിക്. താങ്ക് യു.